സർക്കാർ ഫണ്ട് പാർട്ടിക്കാരാടാ. സിമന്റ് കമ്പിയില്ലാതെ നമ്മള് വീട് വയ്ക്കും. ആണേ തന്റെ കാര്യം നോക്കിയാൽ മതി, അല്ലാണ്ട് വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല് കേട്ടോ. എന്താ നോക്കുന്നു? നീ കൂടുതൽ നോക്കുന്നുണ്ട്. നിന്നെപ്പോലുള്ളവന്മാരെ സ്നേഹിക്കുന്നുണ്ട് ഈ നാട്ടുകാരനെ തല്ലിക്കൊല്ലും. ഇന്ന് കിട്ടി പേഴ്സായിട്ട് കൊച്ചു പിള്ളേർ പോലും കൈതെളിയായിരുന്നു. കിടക്കുന്ന കുറേമാർ ഇവന്മാർ കാരണം ഞാൻ എന്തോരം അടിമരിച്ചു. ഞാനെന്തേലും തെറ്റ് ചെയ്തിട്ടാണോ കുഴപ്പമില്ല, ഇതെന്തേലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ അവന്മാർ വന്നടിക്കും. നിനക്കറിയോ, ഈ നാട്ടിൽ വിവരവും വിദ്യാഭ്യാസവും ബോധമുള്ള ഒരുത്തൻ ഒരു വിവരക്കേടിനെതിരെയും പ്രതികരിക്കത്തില്ല. എന്നിട്ട് പ്രതികരിക്കുന്ന എനിക്ക് ബോധമില്ലെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് തല്ലിക്കൊള്ളുക. റാസ്കൽസ്. എടാ, ഇവന്മാർക്കൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരോട് മാത്രമേ കമ്മിറ്റ്മെൻ്റുള്ളൂ. സെൽഫിഷ്. പക്ഷെ ഞാനങ്ങനല്ല. ഞാനേ ഈ നാടിൻ്റെ സ്വന്തം കുടിയനാണ്. യെസ്, ഐ ആം ആൽക്കഹോളിക് മാൻ. എനിക്ക് ഈ നാടിനോട് ചില കമ്മിറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡെയിലി കുടിക്കും. അപ്പോൾ എൻ്റെ പൗരബോധം ഉണരും, ഞാൻ പ്രതികരിക്കും. അപ്പോൾ അടിയും പിടിക്കും ഞാൻ. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യണം. നീ എനിക്ക് പ്രതികരിക്കാനുള്ള ഊർജം അതിങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് തന്നാൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിനക്കൊന്നും തിരി കത്തിക്കുന്നത്, മനസ്സിലായോ? അപ്പം നീ വിചാരിക്കും ഈ നാട്ടിൽ വേറെ ദൈവങ്ങളൊന്നുമില്ലെന്ന്. അതൊക്കെ ഓരോ മതങ്ങളുടെ കയ്യിരിക്കുന്ന കളിപ്പാട്ടമാണെന്നോ, മനസ്സിലായോ? പക്ഷേ നീ അതുപോലല്ല. ഒരു ജാതിയോ മതമോ ഇല്ലാതെ ആശ്രയിക്കുന്ന ഏതൊരുവനും ആനന്ദത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്ന ഒരേ ഒരു മൂർത്തിയാണ്. യെസ്, യു ആർ മൈ മൂത്രി. അല്ലല്ലോ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലല്ലോ. അപ്പോൾ ശുഭരാത്രി, സുഖനിദ്ര. ബൈ. ഹലോ, ആൽക്കോമാൻ. ആരാത്? പാതിരാത്രി മനുഷ്യന് വെറുതെ ബുദ്ധിമുട്ടിക്കുക. ആൽക്കോമാൻ,
ആരാ അത്? അടിക്കാൻ വന്നാണോ? ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാവേ. ഉറക്കം വന്നിട്ടാ. ഇപ്പോൾ അടി ഉണ്ടായാലേ ഉറക്കം പോവും. അതുകൊണ്ടാട്ടാ. പോയിക്കോ. വരാം. എന്ത് തൊല്ലയാണെന്ന് നോക്കി. അടിക്കാൻ മുട്ടി കഴിഞ്ഞ പെണ്ണുങ്ങൾ പാതിരാത്രി ആണെങ്കിൽ ഇറങ്ങിക്കൂടുക. അടിപ്പിച്ചിട്ട് തന്നെ അടിച്ചോ. അടിക്കാൻ അടിച്ചോ. അടിക്കുന്നില്ലേ? പോയല്ല. പാതിരാത്രി വിളിച്ചോണം. Me? നീ I'm Eliana. Eliana, come. Nice to meet you, Mr. Alcoman. നോ, ഐ ആം ബൈജു. ഇത് മുന്നോട്ട് പോയി സാർ. അതെ, ഇവിടെ മാന്യം മര്യാദക്കൊരു മദ്യപാനി മാത്രം താമസിക്കുന്ന വീടാണ്. ആൾക്കാർ വരുന്നതിന് ഇപ്പൊ പോവാൻ നോക്ക്. പേരെന്താന്ന് പറഞ്ഞു? Eliana. ആ എലിയാണേലും പുലിയാണേലും പൊക്കെ ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ആ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആഹാ. ആഹാ അല്ല, ഓഹോ. Funny. ഈ കുഞ്ഞി തലയില് ഇത്രയും നല്ല ഐഡിയാസ് ഒക്കെ എങ്ങനെ വന്നു? അത് ബിനാലിക്ക് പോയപ്പോഴേ ഒരു ആർട്ടിസ്റ്റ് എൻ്റെ തലക്കിട്ടടിച്ച് അങ്ങനെ കിട്ടിയ ഐഡിയ. ആരാ? Funny. എനിക്ക് അകത്തിരുന്ന് മടുത്തു. നമുക്ക് പുറത്തിറങ്ങാം. കുറച്ച് കാറ്റൊക്കെ കൊള്ളാലോ. ആ വെളിയിൽ നല്ല കാറ്റുണ്ട്. പൊക്കോ, പോയി കൊള്ളു. ഈ സാധനത്ത് കൊടുങ്കാറ്റടിച്ചങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അവിടെ കിടക്കട്ടെ. പാതിരാത്രി ഓവർ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിരിക്കുക സോമ്പിച്ച്. നീ ദൈവം ചെയ്ത് നീ ഇവിടെ കിടന്ന് നട്ടകത്തിച്ച് നാട്ടുകാരെ കൂട്ടരുത്. അവരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാനിരിക്കുക എന്നെ പിടിച്ചടിക്കാൻ. ദൈവം ചെയ്ത് നിന്റെ വീട് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണേ. ആ പോക്കോ. ഇവിടെ ഇതങ്ങോട്ടാ പോണേ. എങ്ങോട്ട് പോവുക? വീട്ടിലേക്ക്. ആ നിന്റെ വീട്ടിലോട്ട് പോയാൽ മതി. ഇതെൻ്റെ വീടാ. ഞാൻ ഏലിയാന. എനിക്കൊരു ഏലിയനെ അറിയത്തില്ല. ആകെ അറിയാവുന്ന എൻ്റെ പഴയ ലൈൻ ഏലിയമ്മയാണ്. അവളെ കല്യാണം കഴിച്ചോർത്ത് UK കൊണ്ടുപോയി. 3 പിള്ളേരുമായി. സത്യം പറ, നീ എങ്ങനെ ഇവിടെ വന്ന്? ആരാ നിന്നെ കൊണ്ടുവന്നു ഇവിടെ? അത് ആൽക്കോമാൻ. അവനാരാ? യു. അത് ശരി. അപ്പം അതും എൻ്റെ തല വയ്ക്കുവാണോ? പേര് മാറ്റി. തോന്നിവാസം വർത്താനം പറയില്ല കേട്ടോ. തോന്നിവാസല്ല, സത്യം. എന്ത് സത്യം? താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നതും പോരാ, രാവിലെ ആവുമ്പോ കുളിച്ച് കുറിയും തൊട്ട് 2 ചന്ദനത്തിരിയും കത്തിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ കുറെ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അടിച്ച് ഫിറ്റായി നാട്ടുകാരുടെ അടി മുഴുവൻ മേടിച്ച് വന്നിട്ട്
കൊറേ അവലാതെയും പറഞ്ഞ് എന്നെ ടെൻഷൻ അടുപ്പിച്ച് താൻ അങ്ങ് സുഖമായി കിടന്നുറങ്ങും. ഞാനിവിടെ വന്ന് കേറിയത് മുതൽ എനിക്ക് സ്വല്പം സ്വസ്ഥത താൻ തന്നിട്ടുണ്ടോ? നിനക്ക് സ്വസ്ഥമാക്കിയിട്ട് വരാൻ നീ എൻ്റെ പെണ്ണുപിള്ളയൊന്നുമല്ലോ. ഞാനേ തിരി കത്തിക്കുന്നതും ആവലാതി പറയുന്നതൊക്കെ എൻ്റെ ഈ സ്വന്തം കുപ്പിയോളാം. കുപ്പി എവിടെ പോയി? ആൽക്കോമാൻ, തന്റെ ആ സ്വന്തം കുപ്പിയാടോ ഈ ഞാൻ? ആൽക്കോമാൻ, ഇവിടെ ഇരിക്ക്. എന്തിനാ താനിങ്ങനെ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവുന്നേ? അതിന് ഞാൻ ചത്തില്ലല്ലോ. ഇങ്ങനെ പോയാൽ താൻ താമസിയാതെ ചാവും. അത് പിന്നെ ന്യായമില്ലാത്ത കാര്യം വന്നാൽ ഞാൻ പ്രതികരിക്കും. അതെൻ്റെ സ്വഭാവം. ആയിക്കോട്ടെ, അത് ഈ മദ്യപിച്ചുകൊണ്ടാവുമ്പോഴല്ലേ കുഴപ്പം? എടോ, മദ്യപിച്ചുകൊണ്ട് ആരെന്ത് സൽപ്രവൃത്തി ചെയ്താലും ആരും അംഗീകരിക്കില്ല. ആര് പറഞ്ഞു അംഗീകരിക്കലെന്ന്? എനിക്കുള്ള അംഗീകാരമല്ല ഈ അടിമുഴുവൻ. മദ്യപിക്കരുതെന്ന് പറഞ്ഞു പാർട്ടി കൊള്ളാം. കുപ്പി. അതെ, കൂട്ടുകാരോടും നാട്ടുകാരോടും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കള്ളും കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ എന്തെങ്കിലും സംസാരിച്ചാണെന്ന് പറഞ്ഞാൽ അവരെന്നെ കുറ്റപ്പെടുത്തും. തിരിച്ചൊന്നും പറയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ജീവനില്ലാത്ത കുപ്പിയോട് ഞാൻ എൻ്റെ സങ്കടവും പരാതിയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതെന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി ജീവൻ വെച്ച് വന്നിരിക്കുന്നു. പുല്ലി. ഈ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഒരു പ്രൈവസിയില്ലല്ലോ എൻ്റെ ദൈവമേ. എന്ത് ചെയ്യാനാ നോക്കണം. എന്നാലേ ഇനി മുതൽ താൻ ഒറ്റയ്ക്കല്ല. പിന്നെ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിലോ? കിടന്നുറങ്ങാൻ. ഉറങ്ങുമല്ലേ? ഉറങ്ങും. ഉറങ്ങുന്നതിനുണ്ടോ? എനിക്ക് ഉറങ്ങുന്നതിന് ഒരു